ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഹാൻസി ഫ്ലിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ UCL കിരീട വരൾച്ചയ്ക്ക് വിരാമം കുറിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. 2015 അവസാനമായിക്കൊണ്ട് FC ബാഴ്സലോണ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമാണ്. ഏതായാലും ബാഴ്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകളും റൂമറുകളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് ഗ്രിമാൾഡോയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബയർ ലെവർക്യൂസൻ താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. വരുന്ന സമ്മറിൽ ബയർ ലെവർക്യൂസൻ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാഴ്സക്ക് താല്പര്യമുണ്ട്. ലാലിഗക്ക് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ബാഴ്സ ഒരു നീക്കം നടത്തുന്നതിനായി താരം കാത്തിരിക്കുകയാണ് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തേത് ലെവൻഡോസ്കിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. താരത്തിന്റെ കോൺട്രാക്ട് വരുന്ന സമ്മറിൽ പൂർത്തിയാവുകയാണ്. ഇത് പുതുക്കാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് മികച്ച ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാനാണ് തീരുമാനം. ഹൂലിയൻ ആൽവരസിന് തന്നെയാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നത്. ഇനി മൂന്നാമത്തെ താരം അത് ഫെറാൻ ടോറസ് ആണ്. ഇദ്ദേഹത്തെ നിലനിർത്താൻ FC ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവന്നാൽ റോൾ കുറവായിരിക്കും എന്ന കാര്യം താരത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തേത് റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. താരത്തെ നിലനിർത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും FC ബാഴ്സലോണ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നിലനിർത്തും എന്ന കാര്യത്തിൽ താരത്തിന് ഗ്യാരണ്ടി നൽകിയിട്ടുമില്ല. 5 റഫേൽ ലിയാവോ വരുന്ന സമ്മറിൽ AC മിലാൻ വിടാൻ താരം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സയിലേക്ക് വരാനാണ് താരത്തിന് താല്പര്യം. 50 മില്യൺ യൂറോക്ക് AC മിലാൻ താരത്തെ വിൽക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ലാപോർട്ടയ്ക്ക് ഇഷ്ടമുള്ള ഒരു താരമാണ് റഫേൽ ലിയാവോ. പക്ഷെ താരത്തിന്റെ ഏജന്റായ മെൻഡസ് മറ്റു ഓപ്ഷനുകളും പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ആറാമത്തെ താരം അത് റൂണി ബാർഗിയാണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും രംഗത്ത് വന്നു കഴിഞ്ഞു. ലോണിലും സ്ഥിരമായി കൊണ്ടും സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട്. മൊണാക്കോ, പോർട്ടോ, സ്റ്റുട്ട്ഗട്ട് എന്നിവർ ബാഴ്സയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ബാഴ്സ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഏഴാമത്തെ താരം അത് ഹെക്ടർ ഫോർട്ടാണ്. ബാഴ്സയുടെ യുവ പ്രതിഭയായ ഫോർട്ടിനെ സ്വന്തമാക്കാൻ ഇന്റർ മിലാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നല്ല ഭാവിയുള്ള താരമായിക്കൊണ്ടാണ് ഫോർട്ടിനെ ഇവർ പരിഗണിക്കുന്നത്. പക്ഷേ FC ബാഴ്സലോണ ഇദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഏതായാലും ഇത്രയും അപ്ഡേറ്റുകളാണ് ബാഴ്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.